കോഴിക്കോട് ആവിക്കൽ തോട് ആഴംകൂട്ടൽ പ്രവൃത്തി അടുത്തയാഴ്ച തുടങ്ങും. പൊതുജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ ഒരുങ്ങുന്നത്. ജനരോഷമുയർന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിനെ നിയോഗിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവിക്കൽ തോട് നവീകരണത്തിന്റെ മറവിൽ മലിനജല ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവരാൻ നീക്കം നടത്തിയാൽ അത് അനുവദിക്കില്ലെന്ന് നാട്ടുകാരും വ്യക്തമാക്കി. ആവിക്കൽ തോടിനായി തോട്ടത്തിൽ രവീന്ദ്രൻ MLAയുടെ ഫണ്ടിൽ നിന്നും 5 കോടി രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. ഇതിൽ 1 കോടി രൂപ ചെലവിട്ടാണ് തോടിന്റെ നവീകരണം നടത്തുന്നത്. ആവിക്കൽ തോട് 3 കൈവഴികൾ എന്നിവയാണ് ആഴംകുട്ടി വൃത്തിയാക്കുന്നത്. മാലിന്യം നീക്കി വൃത്തിയാക്കുന്നതിന് ഊരാളുങ്കൽ സൊസൈറ്റിയെ ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ആകെ ചുമതല ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനാണ്. നവീകരണത്തിന് മുന്നോടിയായി സർവേ നടത്താൻ കരാറുകാരുമായി പോയപ്പോൾ പ്രദേശവാസികൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ആവിക്കൽ തോട് ശുചീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇവിടെ നിർമ്മാണ പ്രവൃത്തി പാടില്ലെന്ന് കോടതി വ്യക്തമാക്കിയ കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൊതുജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് പ്രവൃത്തിയുമായി മുന്നോട്ടു പോകുന്നതിനെ ചെറുക്കുമെന്നും ആവിക്കൽ തോട് നിവാസികൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്ഥലം ഒരു പാട്ടാക്കി മാറ്റി ഇവിടെ അവർക്ക് ഉദ്ദേശിച്ച മുൻപ് ഈ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് നിർത്തൽ ചെയ്യപ്പെട്ട സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൊണ്ടുവരണം. അതിന്റെ മറവിൽ ഏതൊരു ക്രിട്ടിക്കൽ സമയത്ത് വന്നിട്ട്, അതായത് മെയ് 31 വന്ന് ജൂൺ 1 മഴ തുടങ്ങുന്ന ഇടയിൽ ഒരു രാവും പകലുള്ള ഇടയിൽ വന്നിട്ട് ഈ ജനങ്ങളെ പാനിക്കിൽ നിർത്തിയിട്ട് ഇവിടെ ഈ പദ്ധതി പ്രദേശത്ത് ഒരു ബൗണ്ടറാക്കി കെട്ടി അവർക്ക് അവരുടെ കാര്യം സാധിച്ചെടുക്കാന്നുള്ള അത് ഈ നാട്ടിലെ ജനങ്ങളെ അനുവദിക്കില്ല. ആവിക്കൽ തോട് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ അനവധി പാർട്ടിക്കാർ, സമരസമിതിയും പാർട്ടിക്കാരും അനവധി പാർട്ടി CPM ഒഴികെ ബാക്കി എല്ലാ പാർട്ടിക്കാരും ഇവരെ സമരം ചെയ്ത പ്രദേശമാണിത്. ഈ ആവിക്കൽ തോട് നവീകരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആവിക്കൽ തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് ആളുകൾ വന്ന് ഞങ്ങൾ തന്നെ തടയാം. ഇവിടുത്തെ നാട്ടുകാർ ഒരിക്കലും തടഞ്ഞിട്ടില്ല. ആവിക്കൽ തോടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് സർവേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഇനി ഒരു പോലീസിനെ കൊണ്ടുവന്ന് ഞങ്ങളെ അടിച്ചമർത്തി അല്ലെങ്കിൽ ഞങ്ങളെ പോലീസ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കാനാണ് ഈ സർക്കാരിന്റെ ശ്രമമെങ്കിൽ നാട്ടുകാർ അതിന് നിന്നൊന്നും കൊടുക്കില്ല, യാതൊരു സംശയം വേണ്ട. ആവിക്കൽ തോട്ടിലെ വിവാദമായ മലിനജല സംസ്കരണ പ്ലാന്റിന് തോട് ആഴംകൂട്ടൽ പ്രവൃത്തിയുമായി ബന്ധമില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പ്ലാന്റ് നിർമ്മാണം കോർപ്പറേഷൻ നടത്തുന്നതാണ്. ഇപ്പോഴുള്ള ആവിക്കൽ തോട് നവീകരണം സർക്കാരിന്റെ നേരിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നതാണെന്നും അധികൃതർ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുന്നതിനുള്ള ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് തോട് നവീകരണം നടത്തുന്നത്. അതേസമയം ജനങ്ങളുടെ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പ്രവൃത്തിക്ക് സുരക്ഷയൊരുക്കാൻ നടക്കാവ്, വെള്ളയിൽ എന്നീ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരോട് ജില്ലാ ഭരണകൂടവും നിർദ്ദേശിച്ചിട്ടുണ്ട്. തോട് വൃത്തിയാക്കുന്നതിന് എതിർപ്പില്ലെന്നറിയിച്ച നാട്ടുകാർ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. താൽക്കാലികമായ ശുചീകരണങ്ങൾക്കപ്പുറം ശാശ്വതമായ പരിഹാരമാണ് ആവിക്കൽ തോടിലെ ജനങ്ങളും ആവശ്യപ്പെടുന്നത്. പുതിയ പദ്ധതിക്ക് അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആവിക്കൽ തോട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.